ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും കൃഷ്ണയും ബാലേന്ദ്രനും കൂടെ സംസാരിക്കുന്നത് ശ്വാസമടക്കി പിടിച്ച് ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു ബബിത. സ്റ്റാൻലിനെ പറ്റിയുള്ള വിവരങ്ങളായിരുന്നു ബാലചന്ദ്രൻ അവിടെ ചർച്ച ചെയ്തിരുന്നത്. സ്റ്റാൻലി ഇപ്പോൾ തൻ്റെ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം 3 മക്കളുമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പയുടെ മകളായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നറിയില്ല അച്ഛാ, എന്നാലും ദൂരം നിന്നെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബബിത ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ബാലേന്ദ്രനാണ് അലീനയുടെ അച്ഛനെന്ന് തന്നെയായിരുന്നു ബബിത സഹിതം വിശ്വസിച്ചിരുന്നത്. പപ്പയെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണമെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കാനൊരവസരം കിട്ടിയാൽ അതും വേണമെന്നും ഒക്കെ അലീന വിതുമ്പിക്കൊണ്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ബബിതയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. ഇത് അവൾക്ക് എതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപകരിക്കാം എന്നുള്ള രീതിയിൽ ബബിത അവിടെ നിന്ന് മാറുന്നുകൊണ്ട് ബബിത അവിടെ നിന്ന് നേരെ പോയത് വൈജയന്തിയുടെ റൂമിലേക്കാണ്. വൈജയന്തി ഇക്കാര്യം പറഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ബബിതയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാലും അത് വൈജയെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ബബിതയുടെ ഉദ്ദേശം. അങ്ങനെ വൈജയന്തിയുടെ റൂമിലേക്ക് കടന്നു വന്ന ബബിത വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മേ, നമ്മളെല്ലാവരും കരുതിയിരുന്നത് പോലെ അച്ഛനല്ല അലീനയുടെ അച്ഛൻ. ഏതോ ഒരു സ്റ്റാലിൻ ആണ് അലീനയുടെ അച്ഛൻ. അവരവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അലീനയെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുള്ളതാണ് അച്ഛൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി അച്ഛൻ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ വൈജ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പറയാറുന്ന ചുണ്ടുകളോടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞേ? സ്റ്റാൻലി എന്നോ? അതെ അമ്മേ, സ്റ്റാൻലി എന്ന്. അമ്മയ്ക്കിത് എന്ത് പറ്റി? ഒരു പേടി പോലെ. ഏയ്, എനിക്കെന്ത് പേടി എന്നും പറഞ്ഞ് പേടിയും വിറയലും ഒക്കെ മറയ്ക്കാനെന്ന വെള്ളം ടേബിളിലിരിക്കുന്ന ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിറയൽ കാരണം അവൾക്ക് അതിന് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. വൈജയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം ബബിതയിൽ സംശയം ഉളവാക്കുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ പറ്റിയത്? അമ്മയ്ക്ക് ഈ സ്റ്റാൻലിയെ നേരത്തെ അറിയാമോ? അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്കാരെയും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പേര് കേൾക്കുന്നത്. നീ വെറുതെ എങ്ങനെ ഓരോന്ന് ഭാവനയിൽ കാണണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബബിതയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് വൈജ ശ്രമിച്ചു. ഇല്ല അമ്മേ, അത് ഞാൻ വിശ്വസിക്കത്തില്ല. അലീന അച്ഛൻ്റെ അവിഹിത സന്തതിയല്ല എന്നറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അമ്മയാണ്. എന്നാൽ അമ്മയുടെ മുഖത്ത് ആ സന്തോഷത്തിന് പകരം കാണുന്നത് ഒരു പേടിയാണ്. അലീന ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അമ്മ തന്നെയാണ്. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, എൻ്റെ പ്രതികരണങ്ങൾ കണ്ടൊന്നും നീ സംശയിക്കേണ്ട കാര്യമില്ല. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എൻ്റെ മുഖഭാവം ഇങ്ങനെ തന്നെയാണ്. നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. എനിക്കിവിടെ വേറെ കുറച്ച് പണിയുണ്ട്. തൽക്കാലം നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈജി അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. എന്നാൽ ബബിത പോയതിനു ശേഷം ആ റൂമിനുള്ള ശൂന്യതയിൽ നിന്ന് വൈജ ആകപ്പാടെ വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വഞ്ചിച്ചിട്ട് പോയ അതേ സ്റ്റാലിൻ തന്നെയാണോ ഇത്? ആ സ്റ്റാലിനെ പറ്റിയാണോ ഇനി അവർ സംസാരിച്ചത്? ഏയ് അല്ല, ഒരിക്കലുമല്ല. ലോകത്ത് എത്ര പേർക്കുണ്ട് ഈ ഒരു പേര്? അയാൾക്ക് മാത്രമല്ലല്ലോ. ഇത് ആ സ്റ്റാലിനായിരിക്കില്ല എന്നിങ്ങനെ വൈജ മന്ത്രം പോലെ ഉരുവിടാൻ തുടങ്ങി. വെറുതെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് താനെന്തിനെങ്ങനെ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് വൈജ. ഓരോന്നൊക്കെ ഓർത്ത് സമാധാനപ്പെടാൻ വൈജ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയുടെ മനസ്സിൽ വീണ്ടും വല്ലാതെ അലട്ടുന്നുണ്ട്. അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ സ്റ്റാലിൻ തന്നെയാണ് ഇതെങ്കിൽ അലീന എൻ്റെ മകളാണോ? പണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞത് എൻ്റെ ആ കുഞ്ഞ് മരിച്ചു പോയിന്നല്ലേ? അച്ഛനിനി എന്നോട് കള്ളം പറഞ്ഞതാകുമോ? അലീന എൻ്റെ മകൾ തന്നെയാകുമോ? ഈ രാത്രിയിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വൈജയന്തിയെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ രാത്രിക്ക് നീളം വല്ലാതെ കൂടുതലായി തോന്നി. ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാത്രിയായി ആ നീളുന്നത് പോലെ വൈജയ്ക്ക് തോന്നി. അങ്ങനെ ഒരുവിധം നേരം വെളുപ്പിച്ച വൈജ പിറ്റേന്ന് രാവിലെ തന്നെ ബാലേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇത്രയും നാളും അലീന സ്വന്തം മകളാണെന്ന് പറഞ്ഞാണല്ലോ നടന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് പുതിയൊരച്ഛൻ വന്നത്? അതും ഇനി ഒരു നാടകമാണോ? വൈജയുടെ വെപ്രാളവും മനസ്സിലെ പേടിയൊന്നും ബാലേന്ദ്രനെ അറിയിക്കാത്ത രീതിയിലാണ് ബാലേന്ദ്രൻ ആ ചോദ്യം ബാലേന്ദ്രനോട് ചോദിക്കുന്നത്. ബാലേന്ദ്രൻ അതിന് മറുപടി പറയുന്നുണ്ട്, അലീന എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകളാണ്. അവളുടെ യഥാർത്ഥ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാളെ
ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. നാളെ അയാൾ ഈ വീട്ടിലേക്ക് വരും. അപ്പോൾ അയാളുടെ മുന്നിലേക്ക് അലീനെ എനിക്ക് നിർത്തി കൊടുക്കണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇല്ല, അയാൾ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അലീനെ അയാളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുത്തൂടെ? അല്ലാതെ അയാൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ വീടിൻ്റെ പടി കടക്കാൻ പോലും ഞാൻ അയാളെ സമ്മതിക്കില്ല. പഴയ കാര്യങ്ങളൊക്കെ തന്നിലേക്ക് തെങ്ങിട്ട് വരുന്നതായിട്ടും ഓർമ്മപ്പെടുത്താനായിട്ട് കയറി വരുന്നതായിട്ടും ഒക്കെ വൈജയ്ക്ക് തോന്നുവാണ്. വൈജയുടെ ദേഷ്യം വെപ്രാളം കണ്ടിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വൈജി ഇത്രയധികം പേടിക്കുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നത്? നിന്റെ വെപ്രാളം കണ്ടാൽ ഓർക്കുമല്ലോ നിന്റെ പഴയ കാമുകനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ നീ ഒന്നോർത്തു, ഈ വീടിൻ്റെ ഓരോ ഇഷ്ടികയും എൻ്റെ വിയർപ്പാണ്. ഈ വീട്ടിലേക്ക് ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമുള്ളതാണ്. തിരുത്താൻ പറ്റാത്തൊരു തീരുമാനമായിരുന്നു ബാലേന്ദ്രൻ്റെ വാക്കുകൾ അപ്പോൾ ഉണ്ടായിരുന്നത്. ഇത്രയും പറഞ്ഞ് ബാലേന്ദ്രൻ തൻ്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. വൈജ ആകപ്പാടെ വല്ലാതെ തകർന്ന ഒരവസ്ഥയിലേക്ക് മാറി. സ്റ്റാൻലി, ആ പേര് എന്നെ വല്ലാതെ പിന്തുടരുകയാണ്. ഗർഭിണിയായ തന്നെ വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയ അവനെ ഓർത്ത് വൈജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവനെങ്ങാനും എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ഞാൻ എന്തെങ്കിലും അയാളെ ചെയ്തു പോകും. സമനില തെറ്റിയ കണക്കെ വൈജയന്തി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കാൻ തുടങ്ങി. അവസാനം വൈജ അലീനയുടെ ഇരിക്കെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി അലീനെ, നിന്റെ ഈ അച്ഛൻകളി എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്? ഒരിക്കൽ പറഞ്ഞു ബാലേന്ദ്രനാണ് നിന്റെ അച്ഛന്ന്, ഇപ്പതേ അത് പോയി സ്റ്റാൻലി. ശരിക്കും പറ, ആരാ നിന്റെ അച്ഛൻ? ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയുടെ മുഖത്ത് പുച്ഛം കലർന്നൊരു ചിരി വരികയാണ്. അതോടുകൂടി അലീന ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, ഇത് എന്ന് തൊട്ടാണ് ഇതൊക്കെ ഒളിച്ചു കേൾക്കാൻ തുടങ്ങിയത്? എന്തായാലും അച്ഛനും ഞാനും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഈ പാത്തു നിൽക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് നല്ലതന്നല്ല കേട്ടോ. വൈജ പറയുന്നുണ്ട്, അതിന് ഞാൻ ആരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാനൊന്നും പോയിട്ടില്ല. അല്ല, നിന്റെ അച്ഛൻ്റെ വല്ല പടവും നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. അപ്പോൾ അലീന പറയും, അല്ല, ഓർഫനേജിൽ വളർന്ന എനിക്ക് പപ്പയുടെ ഫോട്ടോ കിട്ടാനായിട്ട് എന്ത് മാർഗമാണ് മാഡം ഉള്ളത്? അല്ല, എൻ്റെ പപ്പയെ കാണണമെന്ന് മാഡത്തിന് എന്താണ് ഇത്ര ആവശ്യം? ഇതിനു മുമ്പ് സ്റ്റാൻലി എന്ന പേര് മാഡം കേട്ടിട്ടുണ്ടോ? എൻ്റെ പപ്പയെ മാഡത്തിന് അറിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും വൈജ, എനിക്കാരെയും അറിയില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ അങ്ങോട്ട് വന്നിട്ട് വൈജയോട് ചോദിക്കുന്നുണ്ട്, അല്ല, അമ്മയ്ക്ക് ഇപ്പം എന്തായാലും സന്തോഷമായിക്കോണമല്ലോ. അലീന ചേച്ചി പപ്പയുടെ അടുക്കിലേക്ക് പോവാന്ന് കേട്ടപ്പോൾ തന്നെ അമ്മയുടെ മുഖത്തെ സന്തോഷം എനിക്ക് വായിച്ചറിയാൻ പറ്റും. അപ്പോൾ വൈജ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, അല്ല, അവളുടെ പപ്പ എന്തിനാണ് അവളെ ഉപേക്ഷിച്ചതെന്ന് നിനക്കറിയാമോ എന്ന്? വൈജയ്ക്ക് അറിയേണ്ടിയിരുന്നതും അതുതന്നെയാണ്. അത് പിന്നെ അച്ഛൻ പറഞ്ഞത് അമ്മ അലീന ചേച്ചിയെ പ്രസവിച്ച ആ സ്ത്രീ ഒരു രാക്ഷസിയാണെന്നാണ്. പ്രസവിച്ച ഉടനെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയവള്. ആ പപ്പ പാവാണെന്നാണ് പറഞ്ഞത്. ഒന്നും അറിയില്ല ആയിരുന്നു അദ്ദേഹത്തിനെന്ന്. ഇത് പറഞ്ഞു തീർന്ന ഉടനെ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നിർത്തടി എന്നും പറഞ്ഞ നിയന്ത്രണം വിട്ട രീതിയിൽ വളരെ ആക്രോശത്തോടു കൂടി ചെല്ലുകയാണ് കൃഷ്ണനയ്ക്ക് നേരെ. ഈ തെറ്റ് മൊത്തം ചെയ്തത് അയാളാണ്, അയാൾ ഒറ്റയൊരുത്തൻ. ആ സ്ത്രീ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയും നാളും താൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള വിശ്വാസത്തിലാണ് ആ സ്ത്രീ ജീവിച്ചിരുന്നത് പോലും. വൈജ ഇത് പറഞ്ഞതും കൃഷ്ണ വൈജയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആ സ്ത്രീ അമ്മയായിരുന്നോ? അനാവശ്യം പറയരുത്. എനിക്കങ്ങനൊരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മക്കളെ ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നത് എന്നിങ്ങനെ പറയും. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എങ്കിൽ ശരിയമ്മേ, ശരിയമ്മേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അമ്മ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് കരുതി വിശ്വസിച്ചിരുന്ന ആ മകള് തിരിച്ച് ജീവനോടെ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അമ്മ സ്വീകരിക്കുമോ? കൃഷ്ണയുടെ ഈ ചോദ്യം കേട്ട് ഒന്നും മറുപടി പറയാനാകാതെ ആകെ പേടിച്ച് പറിച്ച് വൈജ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും കൂടെ ഉണ്ടാക്കിയൊരു കള്ളക്കഥയാണ്. അലീന എൻ്റെ മകളാണെങ്കിൽ ഇത്രയും കാലം ഞാൻ എൻ്റെ രക്തത്തെ തന്നെയാണല്ലോ വെറുത്തത്. ബാലേന്ദ്രൻ്റെ മക്കളുടെ മുന്നിൽ ഇനി ഞാൻ എങ്ങനെ തലയുയർത്തി നിൽക്കും? എങ്കിലും മരിച്ചുപോയി എന്ന് കരുതിയ എൻ്റെ മകൾ ജീവനോടെ മുന്നിൽ വന്നാൽ എനിക്ക് അവളെ തള്ളിക്കളയാനാകുമോ? വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് പോവുകയായിരുന്നു വൈജ. ഇത്തരം ഓരോ ചിന്തകളും വൈജയെ അലട്ടിക്കൊണ്ടിരുന്നു. വൈജ അവിടെ നിന്ന് റൂമിലേക്ക് പോയി തൻ്റെ അലമാരി തുറന്ന് ആ വിറയാർന്ന കൈകളോടെ തൻ്റെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ തടിപ്പെട്ടി അവൾ എടുക്കുന്നുണ്ട്.
ആ പെട്ടിക്കകത്ത് മഞ്ഞനിറം കലർന്ന ഒരു ചെറിയ കുട്ടിയുടുപ്പും അതേപോലെ സ്റ്റാൻലി അവളെ ഏൽപ്പിച്ച ഒരു മോതിരവും ഉണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച ഓർമ്മകളായിരുന്നു അത്. ഈ സമയത്ത് റൂമിന് വെളിയിൽ അലീനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ച് വൈജയന്തി ആ പെട്ടി അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ആ മോതിരം തെറിച്ച് താഴേക്ക് വീണ് ആ വാതിലിനടുത്തേക്ക് പോയി. അലീന അപ്പോൾ അങ്ങോട്ടേക്ക് കയറി വന്നു. ആ മോതിരം കണ്ട് അവൾ അത് കയ്യിലെടുത്തു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മേഡം, ഒരു പഴയ മോതിരം, അതിൽ എസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇതാരുടെയാ? അലീനയുടെ ആ ചോദ്യം വൈജയുടെ ചങ്ക് തകർക്കുന്നതായിരുന്നു. മറുപടി പറയാനാവാതെ വൈജ ആ പെട്ടി അലമാരിക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിലേക്ക് മറ്റൊരു ഓർമ്മയോട് തെളിഞ്ഞു വന്നു. ഈ മോതിരത്തിന് സമാനമായ മറ്റൊരു മോതിരം സ്റ്റാൻലിയുടെ കയ്യിലുമുണ്ട്. അപ്പോഴാണ് കൃഷ്ണയുടെ അടുത്ത ചോദ്യം വൈജയുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്നത്. അമ്മ എന്തിനാണ് ഇരുന്നിങ്ങനെ സ്വപ്നം കാണുന്നത്? അലീന ചേച്ചിയുടെ പപ്പ ഇപ്പം ഇങ്ങോട്ട് എത്തിക്കഴിയും. അമ്മയ്ക്ക് പപ്പയെ കാണണ്ടേ? എനിക്കാരെയും കാണണ്ട. ഞാനിപ്പോൾ തന്നെ കമലയുടെ അരികിലേക്ക് പോവാണ്. വൈജയന്തിയുടെ ആ ഒരു രക്ഷപ്പെടലിൻ്റെ തത്രപ്പാട് കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ വഴി തടയുന്നുണ്ട്. നീ എങ്ങോട്ടും പോകുന്നില്ല വൈജയ്, ഇവിടെ തന്നെ കാണും. അലീനെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീയല്ലേ? അതുകൊണ്ട് അവളുടെ പപ്പ വരുമ്പോൾ നീ തന്നെ വേണം അലീനെ അയാളുടെ കയ്യിലേക്ക് കൈ പിടിച്ചു കൊടുക്കാൻ. ഇന്ന് നീ ഈ പാടിവാതിൽ കടന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറാമെന്ന് നീ കരുതണ്ട. എന്നേക്കുമായി ഈ വാതിൽ നിന്റെ മുന്നിൽ അടഞ്ഞിരിക്കും. എന്തായാലും ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു വൈജയന്തി. ഒന്നും ചെയ്യാനാവാതെ ഒന്നും പറയാനാവാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട് അവൾക്ക്. ഈ സമയത്താണ് മുറ്റത്ത് മനുവിൻ്റെ കാർ വന്ന് നിന്നത്. കാർ വന്നപ്പോഴുള്ള ആ നിശബ്ദതയിൽ വൈജ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. ദൈവമേ, കാറിൽ നിന്ന് ഇറങ്ങുന്നത് ആ പഴയ സ്റ്റാലിനാവരുതേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വൈജ. വൈജയുടെ മുഖത്ത് വിരിഞ്ഞ വെപ്രാളവും അതേപോലെ വിയർപ്പ് തുള്ളികളും കണ്ട് ബാലേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു, നീ എത്രയൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും വൈജയ്, ഇനി നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവവും വരില്ല. നിന്റെ ഭൂതകാലത്തെ നിന്റെ കൺമുന്നിൽ തന്നെ ഞാൻ കൊണ്ടുവരും. ഞാൻ നിശ്ചയിച്ച ഈ നാടകത്തിൽ നീ വെറുമൊരു ഇരം മാത്രമാണ്. അങ്ങനെ കാറിൻ്റെ ഡോർ തുറന്നു. വൈജയന്തിയുടെ മനസ്സ് പടപടാ ഇടിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആ വെറുപ്പിനും കാത്തിരിപ്പിനും ഒടുവിൽ ആ രൂപം അവിടേക്ക് വരികയാണ്. കാറിൻ്റെ ഡോറ് തുറന്ന് അവിടേക്ക് ഇറങ്ങിയ ആ രൂപം അത് സ്റ്റാൻലി തന്നെയായിരുന്നു. പക്ഷേ കാലങ്ങൾ അയാളിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. അയാളുടെ കണ്ണുകളിലെ ആ തിളക്കം മാഞ്ഞു പോയിരുന്നു. ഇപ്പോൾ ആ കണ്ണുകളിൽ കുറ്റബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലേന്ദ്രൻ വിജയഭാവത്തിൽ വൈജയന്തിയെ നോക്കി. അലീന സ്റ്റാൻലിയുടെ അരികിലേക്ക് നടന്നു. സ്റ്റാൻലി അലീനയുടെ അരികിലേക്ക് നടന്നു. അലീനയുടെ കണ്ണുകളിൽ നോക്കി അയാൾ വിതുമ്പി, മോളെ അലീന. അലീനയെ നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് അയാളുടെ കണ്ണിലുടക്കിയത് അലീനയുടെ കയ്യിൽ കിടന്ന ആ മോതിരത്തിലേക്കാണ്. ഈ മോതിരം ഇതെവിടെ നിന്ന് കിട്ടി? അലീനയോട് സ്റ്റാൻലിൻ ചോദിച്ചു. പെട്ടെന്ന് അലീന പറഞ്ഞു, അത് മേഡത്തിൻ്റെ കയ്യിൽ നിന്നാണ്. പെട്ടെന്ന് സ്റ്റാൻലിൻ വൈജയെ നോക്കി. സ്റ്റാലിൻ പറയുന്നുണ്ട്, വൈജയ്, നീ ജീവനോടെ ഉണ്ടായിരുന്നോ? പ്രസവത്തോടു കൂടി നീയും കുഞ്ഞും മരിച്ചു പോയെന്നാണ് നിന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അലീനയും കൃഷ്ണയും ഞെട്ടിപ്പോയി. എല്ലാ ബഹളത്തിനിടയിലും ശാന്തമായി ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. എല്ലാം എനിക്കറിയാം വൈജയ്. സ്റ്റാലിനെ ഞാൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. നിന്റെ അച്ഛൻ ചെയ്ത ചതിയും സ്റ്റാലിനെ നീ തെറ്റിദ്ധരിച്ചതും എല്ലാം അയാൾ എന്നോട് തുറന്നു പറഞ്ഞു. നിന്റെ അഹങ്കാരത്തിന് കാലം നിനക്ക് തന്ന ശിക്ഷയാണിത്. ഇത്രയും കാലം നീ നിന്റെ ചോരയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെറുത്തതും. മോളെ എന്നും വിളിച്ച് അലീനയുടെ അരികിലേക്ക് വന്ന വൈജയന്തിയെ അലീന തടയുകയാണ്. എന്നെ പ്രസവിച്ചത് നിങ്ങളായിരിക്കാം, പക്ഷേ എന്നെ പൊന്നുപോലെ നോക്കിയത് ഈ അച്ഛനാണ്. സ്നേഹിക്കാൻ അറിയാത്ത, സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാനാവാത്ത നിങ്ങളുടെ മുന്നിൽ ഇനി ഞാൻ ഒരിക്കലും മകളായി വരില്ല എന്നാണ് അലീന വൈജയുടെ അരികെ പറയുന്നത്. അങ്ങനെ ആ വീട്ടിൽ ഒറ്റപ്പെടുന്ന വൈജ എല്ലാവരാലും വെറുക്കപ്പെടും. സ്വന്തം മക്കൾ പോലും അവരെ തള്ളിപ്പറയും. ഒടുവിൽ സ്റ്റാലിൻ മകളെയും കൊണ്ട് ആ പടി ഇറങ്ങുന്നു.